പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര വെറും ഒരു യാത്ര മാത്രമല്ല, ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ്. കുറച്ച് മലയാളി കുടുംബങ്ങളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ഓക്ലൻഡ് ഭാഗത്തു നിന്നുള്ള മലയാളി കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ. വൈക്കാട്ടോ നദിയിൽ കാംബ്രിഡ്ജിനടുത്ത് ലിറ്റിൽ വൈപ്പ തടാകക്കരയിലാണ് കൂടുന്നത്. ഓക്ലൻഡിൽ നിന്ന് 174 കിലോമീറ്റർ ദൂരമാണെന്ന് കാണാം. 1 മണിക്കൂർ 54 മിനിറ്റാണ് യാത്ര. ഹാമിൽട്ടണിൽ നിന്ന് ലിറ്റിൽ വൈപ്പയിലേക്ക് 57 കിലോമീറ്റർ ദൂരമുണ്ട്. 47 മിനിറ്റ് യാത്ര. നോക്കുക, ഹാമിൽട്ടൺ ആണ് ഇത്. ഹാമിൽട്ടണിൽ നിന്ന് കാംബ്രിഡ്ജ് വഴി ഇതാണ് കാരാപ്പിറോ. കാരാപ്പിറോയിൽ നിന്ന് കുറേ കൂടി വീണ്ടും മൂന്നാർ എത്തുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ലിറ്റിൽ വൈക്ക. നോക്കുക, ലിറ്റിൽ വൈപ്പ. ഇതാണ് ലിറ്റിൽ വൈപ്പ. നമ്മൾ മുമ്പ് പോയിരുന്ന കാരാപ്പിറോ ഇതാണ്. ഇവിടെ കാംബ്രിഡ്ജ്. കുറേ കൂടി പോയാൽ ഹാമിൽട്ടൺ. ഹാമിൽട്ടണിൽ നിന്ന് ഏകദേശം 57 കിലോമീറ്ററാണ് ഇന്ന് നാം എത്തിയിരിക്കുന്ന ലിറ്റിൽ വൈപ്പയിലേക്കുള്ളത്. ഈ മലയാളി കുടുംബ കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്കും ഇതിൽ പങ്കുചേരാം. കാരാപ്പിറോ തടാകത്തിൻ്റെ അരികിലാണ് ലിറ്റിൽ വൈപ്പ സ്ഥിതി ചെയ്യുന്നത്. അല്പം ഉയർന്ന പ്രദേശത്തിന് തടാകത്തിനും നാട്ടിൻപുറത്തിനും അഭിമുഖമായി പുൽമേടുകളുടെ വിശാലമായ വിസ്തൃതിയുണ്ട്. മത്സ്യബന്ധനം, ബോട്ടിംഗ്, ക്യാമ്പിംഗ് എന്നിവയ്ക്കുള്ള പ്രിയപ്പെട്ട സ്ഥലമാണിത്. കൂടാതെ കുടുംബസമേതമൊക്കെ ഒരു ദിവസം ഒന്ന് ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലവും. കാരാപ്പിറോ തടാകത്തിൻ്റെ തീരത്താണ് ലിറ്റിൽ വൈപ്പ റിസർവ്. ഹൊറ റോഡ് വഴി ഇവിടെ എത്തിച്ചേരാം. ഇത് പകൽ യാത്രക്കാരുടെ ഒരു ജനപ്രിയ സ്ഥലം കൂടിയാണ്. തടാകത്തിൻ്റെ പശ്ചാത്തലം, കുന്നിൻ മുകളുകൾ, പുൽമേടുകൾ എന്നിവയൊക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. സ്വയം നിയന്ത്രിത യാത്രക്കാർക്കും ക്യാമ്പർ വാനുകൾക്കും ആദ്യ ദിവസത്തെ 2 രാത്രികൾ സൗജന്യമാണ് ഇവിടെ താമസം. തുടർന്നുള്ള താമസത്തിന് ക്യാമ്പിംഗ് പെർമിറ്റ് ആവശ്യമാണ്. ടെൻറ്റുകളിലും വാഹനങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നതിന് ക്യാമ്പിംഗ് പെർമിറ്റ് ആവശ്യമാണ്. ഇതിന് സൗത്ത് വൈക്കാട്ടോ ജില്ലാ കൗൺസിൽ ഓഫീസുകളിൽ നിന്നോ ജില്ലാ ഇൻഫർമേഷൻ സെൻ്ററുകളിൽ നിന്നോ പെർമിഷൻ വാങ്ങാവുന്നതാണ്. ഇവിടേക്കുള്ള യാത്രയും വഴിയോര കാഴ്ചകളും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നൽകുന്നത്. റോഡുകൾക്ക് ഇരുവശവും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ സസ്യലതാദികളും കുന്നിൻ ചെരുവുകളും ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് നൽകുന്നത്. ഇതാ പറഞ്ഞു നിൽക്കുക നമ്മൾ ലിറ്റിൽ വൈപ്പ തടാക തലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വൈപ്പ തടാകതീരം നമ്മെ സ്വാഗതം നൽകി ഇവിടെ നിൽക്കുകയാണ്. ഏതാനും പേരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരുടെ വാഹനങ്ങളും സ്തംഭങ്ങളുമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ സംഘാടകരായ സർവശ്രീ, അഫ്സൽ, ഫൈസൽ എന്നിവർ സജീവമായി രംഗത്തുണ്ട്. വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന തിരക്കിലാണവർ. ശ്രീ ഫൈസൽ ഹാമിൽട്ടൺ നിവാസിയാണ്. കുടുംബത്തോടൊപ്പം തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളുള്ളത്.
ഇത് നമ്മുടെ പ്രിയപ്പെട്ട അഫ്സലിൻ്റെ പിതാവ് ഞങ്ങളെപ്പോലെ വിസിറ്റിങ്ങിൽ എത്തിയതാണ്. എല്ലാവരും ടെൻറ്റ്, ഫുഡ് എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന തിരക്കിലാണ്. എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങൾ ഇതാ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. അസർ ഒക്കിനോയിൽ നിന്ന് എത്തിയതാണ്. ഓക്ലൻഡ് ഹാമിൽട്ടൺ മധ്യയുള്ളൊരു സ്ഥലമാണ് ഒക്കിനോ. ടെൻറ്റുകൾ ഓരോന്നായി വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള പണിയിലാണ് എല്ലാവരും. ഭക്ഷണങ്ങൾ മിക്കവാറും എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈസൽ ഭായിയോടൊപ്പം കുടുംബവുമുണ്ട്. അതുപോലെ അഫ്സലിൻ്റെ കുടുംബവും ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതാ എത്തിച്ചേർന്നപ്പോഴേക്കും ഉച്ച സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടാകാം ബാക്കിയുള്ള പരിപാടികൾ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അന്നവിചാരം, മുന്ന വിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം. അക്ഷരാർത്ഥത്തിൽ ഒരു ഭക്ഷണമേള തന്നെയാണ് ആദ്യമായി ഇവിടെ ഈ നടക്കുന്നത്. വിവിധ കുടുംബങ്ങളിൽ നിന്നുള്ള വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. ഓരോ വിഭവവും ഒന്ന് രുചിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഐറ്റംസാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ക്യാമ്പിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത കുറേ മുഖങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തടാകക്കരയിലേക്ക് നീങ്ങാം. തടാകത്തിൻ്റെ ഒരു വൈബ് നോക്കുക. സ്വന്തം കയാക്കുമായി എത്തി ഫൈസൽ സാഹിബ് ഈ തുഴച്ചിലിൻ്റെ ഉദ്ഘാടനം തന്നെ നിർവഹിച്ചിരിക്കുകയാണ് ഇവിടെ. തടാകമിത ഇരു കൈവഴികളായി ഇവിടെ ഒഴുകുന്നതായി കാണാം. പക്ഷേ ഒരു കൈവഴി ഇവിടെ തന്നെ അവസാനിക്കുകയാണ്. തടാകത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വലിയ ഒഴുക്കില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടുള്ള തുഴച്ചിൽ വളരെ സൗകര്യപ്രദവും അതുപോലെ തന്നെ സുരക്ഷിതവും അപകടരഹിതവുമായിരിക്കും. കയാകുകത ഇവിടെ കുറേ എണ്ണമുണ്ട്, വലുതും ചെറുതുമായി. ഓരോരുത്തരായി തുഴയാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വേളകളിൽ സാഹിബിൻ്റെ ഈ കയാക്കുകൾ അവിടെ ഒരു നിറസാന്നിധ്യം തന്നെയാണ്. ഏവരെയും ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യവും അതുപോലെ പുഴയും കായലും ഒക്കെ തന്നെയാണ്. തുഴകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ തുഴച്ചിൽക്കാർ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രകൃതി രമണീയതയൊന്ന് നോക്കുക. ചുറ്റും വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾ, തഴുകി തലോടിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുതൻ, സ്വച്ഛന്തം വിഹരിച്ചൊഴുകുന്ന വൈകാട്ടോ നദി, അസ്തമയ സൂര്യൻ്റെ പിൻകിരണങ്ങളേറ്റ് ത്രസിക്കുന്ന പ്രകൃതി. ഈ പുഴയിൽ വ്യാപിച്ചിട്ടുള്ള ജന്തുജീവജാലങ്ങൾ മറ്റുള്ള പുഴയിലും ജലാശയങ്ങളും വ്യാപിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വനിതാ വിഭാഗങ്ങളും ഇതാ പുഴയിൽ ഇറങ്ങിയിരിക്കുന്നു. തുഴയുമായി അവരും ഇതാ തുഴഞ്ഞ് മുന്നേറുകയാണ്. അപ്പോഴേക്കും അഫ്സലിൻ്റെ ഭക്ഷണമണി വീണ്ടും മുഴങ്ങിയിരിക്കുകയാണ്. കുട്ടിപ്പട്ടാളങ്ങളും അവിടെ പരാതിയും പരിഭവവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ പലർക്കും മാതൃഭാഷയെക്കാളേറെ ആംഗലേയ ഭാഷയാണ് കൂടുതൽ വശം. Anyhow, they have also the right to express their ideas.
സീനിയർ സിറ്റിസൺസ് ഇതാ ഇവിടെയാണ് കൂടിയിരിക്കുന്നത്. വാചകവും അതോടൊപ്പം കുറച്ച് പാചകം ചെയ്തതുമൊക്കെ ആയാൽ ഇവർക്ക് വലിയ പരാതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കായലിനോടനുബന്ധിച്ച് ഇത്തരം സമതലങ്ങളും പുൽപ്രദേശങ്ങളുമാണ്. ഈ പുഴയും പുഴയോര കാഴ്ചകളും മനസ്സിൽ മങ്ങാതെ നിൽക്കുന്ന അനുഭവങ്ങളായി തന്നെ തുടരും. ലിറ്റിൽ വൈപ്പയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന ഈ റോഡിൻ്റെ ഇരുവശവും സസ്യശ്യാമളമാണ്, പ്രകൃതി രമണീയമാണ്, വനനിബിഡമാണ് ചിലയിടങ്ങളിൽ. കാംബ്രിഡ്ജിൽ നിന്നുള്ള പാതയാണിത്. ഇതാ അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിനുള്ള സമയമായിരിക്കുകയാണ്. പല യാത്രാവേളകളിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന നൗഫലിൻ്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം നടന്നത്. രാത്രി ഭക്ഷണത്തിനുള്ള സാൻഡ്വിച്ച് ഒരുക്കിയാണ് ഇവിടെ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പല യാത്രകളിൽ നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട് നല്ലൊരു ഷെഫ് കൂടിയായ നൗഫൽ. ഇതാ സാൻഡ്വിച്ചുകൾ തയ്യാറായി കഴിഞ്ഞു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ് മിക്കവാറും പേർ. രാത്രി 10 മണി കഴിഞ്ഞതുകൊണ്ട് വലിയ കരോക്കെ ഗാനങ്ങൾക്കൊന്നും എത്തിയ സമയമല്ല. അതുകൊണ്ട് തൽക്കാലം ഈയൊരു മൂളിപ്പാട്ടിലും ഗാനാലാപനത്തിലും ഒതുക്കേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഈ സംഗീത വിരുന്ന്. എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരവരുടെ ടെൻറ്റുകളിലേക്ക് നീങ്ങുകയായി. രാവിലെ ഒരു ലഘു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഓരോ കുടുംബവും തങ്ങളുടെ വീടുകളിലേക്ക് യാത്രയാവുകയാണ്. വൈക്കാട്ടോ നദിയിലെ ലിറ്റിൽ വൈപ്പ തടത്തിലെ സമാഗമത്തിന് ശേഷം നമ്മൾ മടങ്ങുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹാമിൽട്ടണിൻ്റെ അടുത്തുള്ള തോട്ടത്തിലാണ്. ഒരു ബ്ലൂബെറി തോട്ടം. അതിൻ്റെ ഓഫീസാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ബ്ലൂബെറി തോട്ടം കുറച്ച് അകലെയാണ്, അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു തോട്ടമുണ്ട്. പലതരം പുഷ്പങ്ങൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നതായി കാണാം. പ്രധാനമായിട്ടും ആഫ്രിക്കൻ ലില്ലിയാണ് കാണുന്നത്. വെള്ളയും നീലയും നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെയാണ് തോട്ടം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിക്കുകയായി. ഇതാ ബ്ലൂബെറി തോട്ടത്തിൽ ധാരാളം ബ്ലൂബെറി മരങ്ങൾ, പഴങ്ങൾ പഴുത്ത് പാകമായി നിൽക്കുന്ന രീതിയിൽ കാണാം. നമുക്ക് പോയി നോക്കാം. ബ്ലൂബെറി ചെടികളെല്ലാം പഴുത്ത് പാകമായി നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കാറ്റിലാടിക്കൊണ്ടിരിക്കുന്നു. ഈ കുലകൾ നോക്കുക, ധാരാളം പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവ. നീല അല്ലെങ്കിൽ ഇൻഡിഗോ നിറമുള്ള ബെറികളുടെ ബഹുവർഷ സപുഷ്പിയായ ഒരു സസ്യമാണ് ബ്ലൂബെറി. അവ സിയനക്കസ് വിഭാഗത്തിൽ വാക്സീനിയം ജീനസിൽ പെടുന്നു. ക്യാൻബെറികൾ, ബൽബെറി, റോസ്ബെറീസ് എന്നിവ വാക്സീനിയം ജീനസിൽപ്പെട്ടവയാണ്. കൊമേഴ്സ്യൽ ബ്ലൂബെറിയുടെ സ്വദേശം വടക്കേ അമേരിക്കയാണ്.
ഈ ബ്ലൂബെറി തോട്ടത്തിൽ നിന്ന് ഏകദേശം 1 കിലോയോളം പഴം പറിച്ചെടുത്ത് പൈസ അടിച്ച് ഞങ്ങൾ പോവുകയാണ്. തൊട്ടടുത്തുള്ള ഒരു അൽപ്പാക്ക മൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അൽപ്പാക്ക മൃഗങ്ങളെ വളർത്തുന്ന ഒരു വളർത്തൽ കേന്ദ്രത്തിലാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ കൗണ്ടറിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. തെക്കേ അമേരിക്കൻ ഒട്ടക സസ്തനികളിൽപ്പെട്ട ഒരു ഇനമാണ് അൽപ്പാക്ക അല്ലെങ്കിൽ ലാമ പാക്കോസ്. പരമ്പരാഗതമായി തെക്കൻ പെറു, പടിഞ്ഞാറൻ ബൊളീവിയ, ഇക്വഡോർ, വടക്കൻ ചിലി എന്നിവിടങ്ങളിൽ ആൻഡീസ് പർവ്വതനിരകളിൽ മേയുന്ന കൂട്ടത്തിലാണ് അൽപ്പാക്കകൾ ഉണ്ടായിരുന്നത്. അടുത്ത കാലത്തായി ലോകമെമ്പാടുമുള്ള ഫാമുകളിലും റാഞ്ചുകളിലുമൊക്കെ അൽപ്പാക്കകളെ ഇതുപോലെ കാണാവുന്നതാണ്. Different colors are there? Yeah, they're different colors. This one's like a dark gray. Oh, dark. Oh yeah, this is silver gray. അൽപ്പാക്ക രോമം കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്ത്രങ്ങളും വസ്തുക്കളുമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഈ കാണുന്ന മൃഗങ്ങളാണ് അൽപ്പാക്കകൾ. അവയെ സംരക്ഷിക്കുന്ന ഇടത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ധാരാളം മൃഗങ്ങൾ കാണാം. അവയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. കുഞ്ഞുങ്ങളും വലുതുമൊക്കെയായി കുറേയധികം അൽപ്പാക്ക മൃഗങ്ങളുണ്ട് ഇവിടെ. ഈ കോമ്പൗണ്ടിൽ ഏതാനും അൽപ്പാക്ക മൃഗങ്ങൾ അവിടെയും ഇവിടെയൊക്കെ മേഞ്ഞു നടക്കുന്നതായി കാണാം. ആടുകളോടും മാനുകളോടും സാമ്യം തോന്നാമെങ്കിൽ ഒട്ടകവർഗമായ കമേലിഡ ജനസിൽപ്പെട്ടവയാണിവ. മുഖം ഒരു ഒട്ടക സമാനമായി തോന്നുന്നുണ്ട്. പെറു, ബൊളീവിയ, അർജന്റീന, ചിലി മുതലായ രാജ്യങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മുതലായ രാജ്യങ്ങളിൽ ഇവയെ സംരക്ഷിച്ചു വളർത്തുന്നു. ഇവയുടെ രോമങ്ങൾ കമ്പിളി രോമങ്ങൾ പോലെ വസ്ത്രമുണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ചെമ്മരിയാടുകളേതുപോലെ ഇവയുടെ രോമങ്ങൾ വെട്ടിയെടുക്കുന്നു. അൽപ്പാക്ക മൃഗങ്ങളോട് യാത്ര പറയുന്നതോടെ ഇന്നത്തെ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.